അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ് അല്ലേ? പക്ഷേ നമ്മൾക്കൊക്കെ ഒരു വട്ടമെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ ദുആ മാത്രം എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? എനിക്കെന്താണ് ഉത്തരം നൽകാത്തത് എന്നുള്ളതൊക്കെ ഇല്ലേ? പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല. നമ്മുടെ ദുആ സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഒന്നുകിൽ നമ്മൾ അത്ര മോശമായിട്ടായിരിക്കും ദുആ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത കുറവ് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുആയ്ക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടായിരിക്കും. ഭയഭക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും മറ്റു ദോഷങ്ങൾ കൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകാത്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്ന വളരെ ചെറിയ ഈ ഒരു ദിക്റിനെ, അഥവാ വളരെ മഹത്വങ്ങൾ ഉള്ള ഈ ദിക്ർ കൊണ്ട് നമുക്ക് നടക്കാത്തതായിട്ടുള്ള ഒരു ആഗ്രഹവും ഉണ്ടായില്ല. ഒരുപാട് അനുഭവം ഉള്ളതാണ് ഈ ദിക്റിന്റെ ശ്രേഷ്ഠത കൊണ്ട് നടന്നു കിട്ടിയതായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഒട്ടനവധി മാറ്റങ്ങളും അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. കാരണം ഈ ഒരു കുഞ്ഞു ദിക്ർ സ്വർഗത്തിലെ നിധിയും കൂടിയാണ്. ഈ സ്വർഗത്തിലെ നിധി എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ മാത്രം കൊണ്ട് ഒതുക്കിക്കളയാൻ പറ്റുന്നതല്ല. അത്രയും ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ ഒരു കൊച്ചു ദിക്ർ കൂടിയാണിത് കേട്ടോ. 99 രോഗങ്ങൾക്കും ഉള്ള ഒരു മരുന്നും കൂടിയാണ് ഈ ദിക്ർ. അതിൽ ഏറ്റവും ചെറിയ രോഗം എന്ന് പറയുന്നത് മനോവിഷമം ആണ്. നമ്മുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ മഞ്ഞുരുകി പോകുന്നതായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി സന്തോഷമുള്ളതായി മാറുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു ചെറിയ ദിക്ർ പതിവാക്കുന്നവരുടെ 70ഓളം പ്രശ്നങ്ങളുടെ കവാടങ്ങൾ ഈ കുഞ്ഞു ദിക്ർ കൊട്ടിയടയ്ക്കുന്നതാണ്. അതിൽ ഏറ്റവും ചെറിയതാണ് ദാരിദ്ര്യം. ഇത് ചെല്ലുന്നവർക്ക്, പതിവാക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഒരുപാട് ഇബാദത്തുകൾ പ്രതിഫലം കിട്ടുന്ന വളരെ പുണ്യമാക്കപ്പെട്ട അമല് കൂടിയാണ് ഈ ദിക്ർ. കണ്ണേറ്, കരിനാക്ക്, നാക്കേറ്, സിഹറ്, രോഗങ്ങള് എല്ലാം വലിയ കാവലാണ് ഈ ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് വളരെ നല്ല മരണം ലഭിക്കുകയും ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ടാവുകയും ദുനിയാവിലെ പോലെ തന്നെ ആഖിറത്തിലും ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു കുഞ്ഞമലാണ് ഈ ദിക്ർ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഈ ദിക്ർ പതിവാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ഉമ്മ, ഉപ്പ, കുടുംബം, സമ്പത്ത്, ജോലി, വീട്, ആരോഗ്യം, അങ്ങനെ ഒട്ടനവധി എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം നഷ്ടപ്പെടാതിരിക്കാനും ഈ ദിക്ർ മാത്രം മതി. സ്വർഗത്തിലെ നിധിയായ ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദുരിതങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സംരക്ഷണം നൽകുന്ന ആ കുഞ്ഞു ദിക്ർ ഏതെന്ന് അറിയണ്ടേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് ശക്തിയും കഴിവും ഇല്ല. അവിടുന്ന് വിചാരിച്ചാൽ മാത്രമേ, അവിടുന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഈ ദിക്ർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ വിഷമങ്ങൾ മാറുന്നതാണ്. വളരെ ആത്മാർത്ഥതയോടെ ഉത്തരം കിട്ടും എന്ന് ഉറച്ച വിശ്വാസത്തോടെ 313 പ്രാവശ്യം ഈ കുഞ്ഞു ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നതാണ്. ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുന്നതാണ്. ഒരുപാട് പേർക്ക്